എല്ലാവർക്കും നമ്മുടെ ദേവസ് കുക്കിംഗ് ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഇതാ ചീരയില്ലേ. ഇപ്പോൾ ഈ സമയത്ത് ചീര നല്ലോണം ധാരാളം കിട്ടുന്ന സമയമാണുള്ള. അപ്പോൾ ഞാനിക്കില്ലേ ഒരു കെട്ട് ചീര കിട്ടീനി. അതിൽ പിന്നെ നല്ല മണ്ണെല്ലുണ്ട്, അടിഭാഗം നല്ല മണ്ണെല്ലുണ്ട്. പകുതി ഭാഗം ഞാൻ മുറിച്ചിട്ട് അപ്പോഴാണ് എനിക്ക് ഓർമ്മ ഒന്ന് വീഡിയോ എടുത്ത് കാണിക്കുക. അതുകൊണ്ട് ഇത് കുറച്ച് സംഭവമേ ഇല്ല ഇപ്പം നിങ്ങളെ കാണിക്കുക. അപ്പോൾ നമുക്കിത് ചീര വറവ് എങ്ങനെയാണെന്ന് നോക്കാം. ചീര വറവ് എല്ലാവർക്കും അറിയും, എന്നാലും ഞാനൊന്നും കൂടി കാണിക്കാമെന്ന് വെച്ചു. പിന്നെ അവന് ഈ ബാക്കിയുള്ള ചീര മുറിക്കുന്നത് ഞാനൊന്ന് കാണിച്ചു തരാം. നല്ല മണ്ണെല്ലാം ഉണ്ടായതുകൊണ്ട് ഒരുപാട് വൃത്തിയാക്കേണ്ടി വരും കേട്ടോ. നല്ലോണം കഴുകണം, അല്ലെങ്കിൽ ചീര വറുത്തിട്ടാ കഴിക്കുന്ന സമയത്ത് മണ്ണെല്ലാം കടിച്ചിട്ടെല്ലാം. കാരണം ഇത് കട്ട് ചെയ്തിട്ട് മുറിച്ചിട്ട് കഷ്ടപ്പെട്ട് ഉണ്ടാക്കി രസം തിന്നാൻ കഴിയാതെ. അപ്പോൾ ഞാനിപ്പോൾ കത്രിക വെച്ചിട്ട് വേമ്പം മുറിച്ചിട്ടിട്ട് മെഷീനുണ്ട് കട്ടാക്കുന്നത്. അതുകൊണ്ട് എനിക്ക് വലിയ ബുദ്ധിമുട്ടില്ല. അല്ലാതെ കത്തിയിലെല്ലാം വെച്ച് മുറിക്കുന്നവർക്ക് ഒരുപാട് പാടാണ് ഇത് മുറിച്ചെടുക്കാൻ. എനിക്ക് മുമ്പെല്ലാം ഭയങ്കര മടിയാട്ടായി ചീര ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ഇത് മുറിക്കുന്നതുകൊണ്ട് എനിക്ക് ഭയങ്കര മടിയാണ്. മുറിക്കാൻ മടിച്ചിട്ട് ചീര വാങ്ങിക്കാൻ മടിയാണ്. ഇപ്പോൾ പിന്നെ കട്ടിങ് മെഷീൻ ഉണ്ടായതുകൊണ്ട് ഒരു കുഴപ്പമില്ല, അതിൽ പെട്ടെന്നാകുമല്ലോ. ഇനി നമുക്കിത് മുറിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനത് അവിടെ ഒരു ബക്കറ്റിൽ ഞാൻ കുറച്ച് മുറിച്ചിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ. കാരണം ബക്കറ്റ് എടുക്കാൻ കാരണം എന്താ വെച്ചാൽ നല്ല മണ്ണുണ്ട്. അതിൽ നല്ലോണം വെള്ളമെല്ലാക്കിയിട്ട് കഴുകി എടുത്താലേ അത് ശരിയാവും. ചെറിയ പാത്രത്തിലൊന്നും ഇട്ടാൽ മണ്ണൊന്നും പോകാൻ ചാൻസ് ഇല്ല. പിന്നെ അത് ഞാൻ വേറെ ഒന്നിനും ഉപയോഗിക്കുന്ന ബക്കറ്റല്ല കേട്ടോ. ഞാനത് കുറച്ചൊരു ഭംഗിയുള്ള ബക്കറ്റായതുകൊണ്ട് ഞാൻ ഒന്നിനും ഉപയോഗിക്കുകയില്ല. അപ്പോൾ നല്ല വൃത്തിയുള്ള ബക്കറ്റാണ്. വൃത്തിയുള്ള ബക്കറ്റ് തന്നെ എടുക്കാം കേട്ടോ. വൃത്തിയിലെ ബക്കറ്റ് തന്നെ എടുക്കണമെന്നില്ല, വലിയ പാത്രം എടുത്തിട്ട് ചെയ്യാം കേട്ടോ. ചീര മുറിക്കുന്ന സമയത്ത് കഴുകാം. പിന്നെ അപ്പോൾ ഞാൻ കുറേ എല്ലാം കട്ടാക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ. ബാക്കി കൂടി കട്ടാക്കി എടുക്കാം. ഇത് വേണ്ട, ഞാനപ്പോൾ ഈ കത്രിക വെച്ചിട്ടാണ് കട്ടാക്കി എടുത്തിട്ടത്. കത്രിക വെച്ചിട്ടാണ് നമുക്കെല്ലാം കട്ടാക്കി എടുക്കാം. ഇത് ഞാൻ ഇത്ര വലിയ പീസാക്കിയിട്ട് മുറിക്കുന്നതെന്ന് വെച്ചാൽ എനിക്ക് ഇത് കഴുകിയിട്ട് മറ്റേ ആ ഇലക്ട്രിക് മെഷീൻ ഉണ്ട്, അതിൽ വെച്ചിട്ട് ഈ കട്ടിങ് ബ്ലേഡ് ഉണ്ട്, അതിൽ വെച്ച് കെട്ടാക്കുന്നുണ്ടാണ് കേട്ടോ. എല്ലാം ഞാൻ ഇതുപോലെ വലിയ കഷ്ണങ്ങളാക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ? ഇനി നമുക്കിത് നന്നായിട്ട് കഴുകിയെടുക്കാം. അപ്പോൾ ഇതിലേക്ക് ഞാൻ വെള്ളം ഒഴിക്കുന്നുണ്ട്. നന്നായിട്ടത് കഴുകിയെടുക്കാം. ആ വെള്ളം പോരാ, കുറച്ചുകൂടി വെള്ളം വേണം. കുറച്ചുകൂടി വെള്ളം എടുക്കാം നമുക്ക്. നന്നായിട്ട് കഴുകിയെടുക്കാം കേട്ടോ. അങ്ങനെ മണ്ണ് കിട്ടും. അല്ലെങ്കിൽ നിങ്ങളടുത്ത് ഇതുപോലെയുള്ള അരിപ്പ ഉണ്ടെങ്കിൽ അരിപ്പയിലിട്ടിട്ട് ഇങ്ങനെ കഴുകിയെടുത്താലും മതി കേട്ടോ. ഇന്ന് കഴുകിയെടുത്തിട്ട് ഇതിലേക്ക് ഇട്ടിട്ട് ഒന്നുകൂടി ഞാൻ കഴുകുന്നുണ്ട്. ഇതൊന്നുമല്ലെങ്കിലും ചില മണ്ണില്ലാത്ത ചീരക്ക് ഇത്ര പാടൊന്നുമില്ല കേട്ടോ. അത് പെട്ടെന്ന് അതിൻ്റെ ആ വേര് കട്ടായി കളഞ്ഞിട്ട് വേഗം ക്ലീൻ ആക്കിയിട്ട് എടുക്കുക. ഇത് നല്ലോണം മണ്ണുണ്ടായതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അതുപോലെ നമുക്കിനി 2-3 പ്രാവശ്യം കഴുകിയിട്ട് എടുക്കാം കേട്ടോ. ഇത് കണ്ട, അതിൽ നിന്ന് കിട്ടിയ മണ്ണ് കണ്ട, ഒരുപാട് മണ്ണുണ്ട് അതിൽ. അപ്പോൾ ഇനി നമുക്ക് 1-2 തവണ ഇങ്ങനെ കഴുകാം കേട്ടോ. കഴുകി എടുത്തിട്ട് വരാം ഞാൻ. കണ്ടോ? അപ്പോൾ നമ്മളെ ചീരയെല്ലാം കഴുകി മണ്ണെല്ലാം കളഞ്ഞ് നല്ല അടിപൊളിയായിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ.
ഇനി നമുക്കിത് എങ്ങനെ വറുക്കലെന്ന് നോക്കാം. ഇതാട്ടാ ഇതിൽ വെച്ചിട്ട് ഞാൻ കുറച്ച് ഇട്ടിട്ട് അതിന് കട്ടാക്കി എടുക്കട്ടെ കേട്ടോ. ഇതാ ഞാൻ ഫസ്റ്റ് ട്രിപ്പ് കട്ടാക്കി എടുത്തിട്ടുണ്ട്. അതിന് അടുത്തും കൂടി നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാം കേട്ടോ. അപ്പം ഞാൻ ചീരക്ക് ആവശ്യമായ തേങ്ങ, 2 പച്ചമുളക്, വെളുത്തുള്ളി, വറ്റൽമുളക് പൊടിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ വെളുത്തുള്ളി കുറച്ച് കൂടുതൽ ഇടുന്നതായിരിക്കും എനിക്ക് രുചി അങ്ങനെയാണ് കേട്ടോ, കുറച്ച് കൂടുതൽ ഇടുന്നത്. പിന്നെ ചില ആൾക്കാർ ഇതെല്ലാം ഒതുക്കിയിട്ട് ഇടുന്നവരുണ്ട്, മറ്റേ ചെറിയ ഉള്ളി, പച്ചമുളക്, തേങ്ങ അങ്ങനെയെല്ലാം. പക്ഷെ ഞാൻ അതൊന്നും ഉപയോഗിക്കില്ല, എനിക്ക് അതൊന്നും ഇഷ്ടമല്ല ടേസ്റ്റൊന്നും. ഞാൻ ഇങ്ങനെയാണ് ഉപയോഗിക്കല് കേട്ടോ. അപ്പോൾ നമുക്ക് പാത്രത്തിലോട്ട് ഇടാം കേട്ടോ ഓരോരോ ഐറ്റംസ്. അതുപോലെ ഞാൻ ചീര ഇതാ ഒരു കുക്കറിലാണ് കേട്ടോ ഞാൻ മുറിച്ചിട്ടിട്ടുള്ളത്. കുറച്ച് കൂടുതലുണ്ട്, അപ്പോൾ അതിന് പാകായ പാത്രമൊന്നുമില്ല. അപ്പോൾ ഞാനൊരു കുക്കർ എടുത്തിട്ടുണ്ട്. നല്ല കട്ടിയുള്ള കുക്കറാണ് കേട്ടോ, നല്ല അടിയെല്ലാം നല്ല കട്ടിയുള്ള കുക്കറാണ്. പിന്നെ അതുപോലെ നിങ്ങൾക്ക് ഞാൻ പച്ചമുളകെല്ലാം കാണിച്ചു തന്നില്ലേ, പച്ചമുളകൊന്നും എരിയുന്ന പറഞ്ഞ മുളകൊന്നും അല്ല കേട്ടോ, അത് എരിവില്ലാത്തതാണ്. പച്ചമുളകെല്ലാം കണ്ട് പേടിക്കേണ്ട കേട്ടോ ആരും. അപ്പം നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഐറ്റംസ്, ഓരോ ഐറ്റംസ് എടുത്തിട്ട് ഇതിലേക്ക് ഇടാം കേട്ടോ. അപ്പോൾ എല്ലാം മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ കറിവേപ്പില സാധാരണ ഞാൻ ഇടാത്തതാണ്, പക്ഷേ ഒരു ഭംഗിക്ക് വേണ്ടി ഇട്ടുന്നേ ഉള്ളൂ കേട്ടോ. ഞാൻ സാധാരണ കറിവേപ്പിലൊന്നും ഇടാൻ നിൽക്കലില്ല. ഞാൻ പിന്നെ ഇത് വീഡിയോ എടുക്കുന്നതുകൊണ്ട്, ഫോട്ടോകൾ എടുക്കുന്നതുകൊണ്ട് മാത്രം ഇട്ടുന്നേ ഉള്ളൂ. എനിക്കിതൊന്നും ഇല്ലാണ്ട്, മേക്കപ്പൊന്നും ഇല്ലാണ്ട് ഈ വറ്റൽമുളകും തേങ്ങയും ഉള്ളിയും ചതച്ചിട്ടിട്ട് കഴിക്കുന്നതാണ് എനിക്കിഷ്ടം. അപ്പോൾ ആവശ്യമില്ലവർ ഇടാം, അല്ലാത്തവർക്ക് സ്കിപ്പ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ ഇപ്പം ഇങ്ങനെ കുക്കറിലാണ് ചെയ്യാൻ പോകുന്നത്. സാധാരണ ഞാൻ ഇതുപോലെ ചീനച്ചട്ടിയിലാണ് ചെയ്യൽ കേട്ടോ. ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് ചെറിയ തീയിൽ ഒന്ന് വേവിച്ചെടുക്കാം. പെട്ടെന്ന് വേവും, പണിയൊന്നുമില്ല. ജസ്റ്റ് ഒരു വിസിൽ വന്നാൽ ഓഫ് ചെയ്യാം. വിസിൽ വരേണ്ട ആവശ്യമില്ല, വേണമെങ്കിൽ ഇത് ഊരിയെടുത്തിട്ട് അങ്ങനെ വേവിക്കാം കേട്ടോ. അപ്പോൾ നമ്മളെ ചീരതോ കുക്കറിൽ ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിനൊരു പണിയുമില്ല, പെട്ടെന്നായി. കുക്കറിൽ ഞാൻ വെച്ചിട്ടൊന്നുമില്ല, അങ്ങനെ വെക്കൽ കുറവാണ്. പിന്നെ അതുകൊണ്ട് ചെറിയ തീയിൽ വെക്കണം എന്ന് പറയുന്നത്. പിന്നെ കുക്കറിലാണ് നമ്മരെ തുറന്ന് നോക്കുന്നില്ലല്ലോ, പെട്ടെന്ന് അടിക്കുടിച്ചിട്ടെല്ലാം പോകുന്നത്. അപ്പോൾ പിന്നെ ചീനച്ചട്ടിയിലാകുമ്പോൾ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റുമല്ലോ, അതുകൊണ്ടാണ് പറഞ്ഞേട്ടാ. ഇങ്ങനെ വെക്കുന്നവരുണ്ടെങ്കിൽ പണി എളുപ്പമായി, പക്ഷേ തീ കൂട്ടി വെച്ചാൽ അടിക്കുടിച്ചിട്ടെല്ലാം പോകുന്നത് ശ്രദ്ധിക്കുക. വെള്ളം അതൊന്നും നമ്മൾ ചേർക്കുന്നില്ലല്ലോ, കുറച്ച് എണ്ണയിൽ ഒഴിച്ച് കൊടുത്തിട്ട്. അപ്പോൾ നമുക്കിതിന് തുറന്ന് നോക്കാം കേട്ടോ. അപ്പം നമ്മുടെ ചീരയുടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ അതിൻ്റെ എയറെല്ലാം കളഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ ഉപ്പൊന്ന് പറ്റിയോ നോക്കാം കേട്ടോ. ഉപ്പ് പറ്റിയോന്ന് നോക്കാം ഈ സമയത്ത്. ഉപ്പ് പാകമായിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ചതച്ച് വെച്ച വെളുത്തുള്ളി ഉണ്ടല്ലോ, വെളുത്തുള്ളി തേങ്ങയും കൂടി അങ്ങോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. ചീരക്ക് ഭയങ്കര, ചില ചീര വറുത്താൽ കളറ് കുറവായിരിക്കും കേട്ടോ, വല്ലാത്തൊരു കളറായിരിക്കും. ചില ചീരക്ക് നല്ല കളറായിരിക്കും. പണ്ട് നമ്മൾ സ്കൂൾ പഠിക്കുന്ന സമയത്തെല്ലാം നമ്മളെ വീടിൻ്റെ ഫ്രണ്ടിൽ പുഴയാണ്, പുഴക്ക് അക്കരയാണ് നമ്മൾ സ്കൂൾ വരുന്നത്. അപ്പോൾ നമുക്ക് തോണിയാണ്, പിന്നെ പാത്തിയില്ലേ, പാത്തി, അത് നിങ്ങൾക്ക് പറഞ്ഞാൽ അറിയില്ല. അപ്പോൾ തോണി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം. അപ്പോൾ ആ തോണി പിന്നെ ഇതാണുണ്ടായി, പാലമൊന്നും ഉണ്ടായിട്ടാണ്. അപ്പോൾ ആ തോണിയിൽ നമ്മളെ വീടിന്ന് ഉച്ച സമയമാകുമ്പോൾ എല്ലാ കുട്ടികളുടെ അമ്മമാരും ആ തോണിക്കാരൻ്റെ എടുത്ത് ഫുഡ് വെച്ച് കൊടുക്കും തോണിയിൽ. അപ്പോൾ നമ്മൾ സ്കൂൾ വിട്ട് പാഞ്ഞ് വന്നിട്ട് അതിൽ നിന്ന് നമ്മൾ ഓരോരാളും അവരവരെ പാത്രം
സെലക്ട് ചെയ്ത് കൊണ്ടുപോയിട്ട് അപ്പോൾ കയ്യിൽ ഇതുപോലെ ഇങ്ങനെ ചീര വറവ്, ചക്കക്കുരു വറവ് അങ്ങനത്തെ എല്ലാം ഉണ്ടാകും. നമുക്കത് കഴിക്കാൻ വല്ലാത്തൊരു ടേസ്റ്റാട്ടോ. ആ വീട്ടിൽ നിന്ന് നമുക്ക് ആ ഉച്ച സമയത്ത് വിശന്നിരിക്കുന്ന സമയത്ത് ഇങ്ങനെ ആ വീട്ടിൽ നിന്ന് അവർ ഉണ്ടാക്കിയിട്ട് നമുക്ക് കൊടുത്തേക്കുന്ന ആ ഫുഡ് കഴിക്കാൻ ആ ഒരു രുചി ഉണ്ടല്ലോ, അതിപ്പോഴും മറക്കാൻ പറ്റുന്നില്ല. ആ ഒരു കാലമില്ലേ, അത് വല്ലാത്തൊരു ആ ജീവിതം തന്നെ മതിയെന്ന് തോന്നുന്നു. സ്കൂൾ പഠിക്കുമ്പോൾ ആ ഒരു ടൈം വല്ലാത്തൊരു പിന്നെ അപ്പോഴെല്ലാം ഇല്ല ചീരയെല്ലാം വറുത്ത് കഴിഞ്ഞാൽ നമ്മൾ ചോറിലിട്ട് കുഴച്ച് കഴിഞ്ഞാൽ തന്നെ അല്ലേ ഭയങ്കര കളറായിരിക്കും. പിന്നെ ചോറെല്ലാം ഇങ്ങനെ ചുവന്നിട്ടുണ്ടാവും. പക്ഷെ ഇപ്പോൾ അല്ല, ഇപ്പോൾ ഓരോരോ ചീര കുഴപ്പമില്ല, ചില ചീര ഇപ്പോൾ വേവിച്ചാൽ വല്ലാത്തൊരു കളറിലാണ് കിട്ടൽ. ഓരോരോ ചീര കുഴപ്പമില്ല, നല്ല കളറുണ്ടാവലുണ്ട്. എനിക്ക് പെട്ടെന്ന് ഇതെല്ലാം കാണുമ്പോൾ അത് ഓർമ്മ വന്നു കേട്ടോ. നമ്മൾ ആ ഒരു സമയം തോണി മറയും അതേപോലെ വൈകുന്നേരം സ്കൂൾ വിടുന്ന സമയത്തും അങ്ങനെ കേട്ടോ ഓടി വരും ഫസ്റ്റ് ട്രിപ്പിന്. പിന്നെ ആ തോണിയിൽ തന്നെ കയറാറുണ്ട്. ഒരുപാട് തോണിയിൽ അത്രയും പിടിക്കും, ഒരുപാട് കുട്ടികളും ഇല്ലേ. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന മുതിർന്ന ആൾക്കാരും ഉണ്ടാവും. അപ്പോൾ വേഗം പാഞ്ഞ് വരും ഇത് സീറ്റ് പിടിക്കാൻ വേണ്ടിയിട്ട്. അടിപൊളിയായിട്ട് നല്ല ചീര. പിന്നെ പാഞ്ഞ് വന്നിട്ട് വേഗം സീറ്റ് പിടിക്കും. പിന്നെ അപ്പോഴൊന്നും നമ്മളെ ഈ പുഴയിൽ അങ്ങനെ ആഴമൊന്നുമില്ല കേട്ടോ. ആഴമെല്ലാം കുറവാണ്. നമുക്കിങ്ങനെ നിലത്തേക്ക് നോക്കിയാൽ നല്ല കണ്ണാടി പോലെ കാണിയെല്ലാം ചെയ്യാൻ പറ്റും. അതുപോലെ കുറച്ച് കുട്ടികൾ കൂടുതൽ കയറി കഴിഞ്ഞാൽ തോണി മറയും ചെയ്യും കേട്ടോ. അങ്ങനെ എന്തല്ലോ അതിപ്പോൾ ഓർക്കുമ്പോൾ വല്ലാത്തൊരു സന്തോഷം തോന്നുന്നു മനസ്സിൽ. അപ്പോൾ ചീര റെഡി ആയിട്ടുണ്ട്. നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് ചീര പാത്രത്തിൽ നിന്ന് മാറ്റാം കേട്ടോ. അപ്പോൾ നമ്മൾ ചീരക്കറി റെഡിയായി. ഈ ചീരക്കറിയല്ല, ചീര വറവ്. ചീര വറവ് ഉണ്ടാക്കും, അതായത് ചീരത്തോരൻ ഉണ്ടാക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്നിട്ട് അഭിപ്രായം കമൻറ്റിലൂടെ അറിയിക്കാം. അടിപൊളിയുണ്ട്, നല്ല ചീര കേട്ടോ. പിന്നെ ആ ഉണക്കമുളക് പൊടിച്ചിട്ടിട്ട് അതിൻ്റെ ആ ചെറിയൊരു എരിവും ഉപ്പും എല്ലാം ഉണ്ട്. വെളുത്തുള്ളിയുടെ ആ ഒരു ഫ്ലേവറും എല്ലാം ഉണ്ട്. അടിപൊളി. എനിക്കില്ലേ വറവ് എന്ന് പറഞ്ഞ സംഭവത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് എനിക്ക് ചീരയാണ് കേട്ടോ. പിന്നെ എല്ലാ വറവും ഇഷ്ടമാണ്, എന്നാലും ചീര ഇഷ്ടമാണ്. പക്ഷേ ചീര നമുക്ക് എപ്പോഴും കിട്ടുമല്ലോ. ഇപ്പോൾ ചീരയുടെ സീസണാണ്. അപ്പോൾ എല്ലാവരും ചീര കിട്ടിക്കഴിഞ്ഞാൽ വാങ്ങിക്കാം, ഇതുപോലെ ഉണ്ടാക്കാം. എന്നെപ്പോലെയെല്ലാം മടിയന്മാരുണ്ടെങ്കിൽ കുക്കറിൽ ഇതുപോലെ ആക്കി പെട്ടെന്ന് എടുക്കാം കേട്ടോ. ഇതിപ്പം ചോറ് വയ്ക്കാനൊന്നും ആയിട്ട് അടയോ ഉണ്ടത്ര. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ചോറ് വെച്ച് കാണിക്കാത്തത് കേട്ടോ. ഇപ്പോൾ ഞാൻ ഇന്നലെ കട്ട് ചെയ്ത് വെച്ചതാണ് കേട്ടോ. പിന്നെ ദേവട്ടിന് സ്കൂളിൽ കൊണ്ടുപോകാൻ വേണ്ടിയാണ് ഞാൻ രാത്രി പകുതി ഷൂട്ട് ചെയ്ത് വെച്ചു, ബാക്കി ഞാനിപ്പോൾ ചെയ്ത് തന്നിട്ട്. പിന്നെ എല്ലാം കൂടി ഒരുമിച്ചാകുമ്പോൾ നടക്കൂല. വറുത്ത് വെച്ചാൽ കഴിഞ്ഞാൽ പിന്നെ കുഞ്ഞിക്ക് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ട്, അത് ടേസ്റ്റ് ഉണ്ടാവില്ലല്ലോ. അപ്പം ഞാൻ വിചാരിച്ചു എല്ലാം പകുതിയെല്ലാം സെറ്റാക്കി വെച്ച് രാവിലെ വറുത്ത് കാണിക്കാമെന്ന്. അതുകൊണ്ട് ഇപ്പോൾ നേരോട്ടോ ആയിട്ടാ, 8 മണിയെല്ലാം കഴിഞ്ഞിനത്ര. പിന്നെ അതുകൊണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് ചോറ് വെച്ച് കാണിക്കാനൊന്നും പറ്റില്ല, അതുകൊണ്ടാണ് ഞാനിങ്ങനെ കാണിച്ചു കേട്ടോ. ഓക്കേ.